യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ച് സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെ ഈ നിമിഷം ഈശോയെ സംരക്ഷണനായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിന്റെ സംരക്ഷണനായിട്ട് പ്രാർത്ഥിക്കുന്നു. റോമർ 3:14-15 വചനത്തിലൂടെ ഈശോയെ സമർപ്പിക്കുന്നു, സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1 യോഹന്നാൻ 1:7, എഫേസസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21 വചനത്തിലൂടെയും 1 പത്രോസ് 1:18 വെളിപാട് 12:11 ഈശോയെ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഈശോയെ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ. ആബാ പിതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ. 1 യോഹന്നാൻ 1:7 ഈശോയുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ. യോഹന്നാൻ 8:12 ഈശോയെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ. ഏശയ്യാ 10:17 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെളിപാട് 12:1-2 വചനത്തിലൂടെ ശമമാതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ. എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താൽ ഹെബ്രായർ 1:7 വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാ വിശുദ്ധരോടും ചേർന്ന് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സെയിന്റ് റോസിനോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സെയിന്റ് സിപ്രിയാനോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് ആന്റണിയോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് പോളിനോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സെയിന്റ് ജോണിനോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് ഗ്രിഗറിയോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ജോബ് 1:10, സക്രിയ 2:5, സക്രിയ 9:8, 2 മക്കബായ 8:18 എന്നീ വചനത്തിലൂടെ ഈശോ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു, സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം 147:13 ഈശോയെ അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള അനുഗ്രഹം ഞങ്ങൾ ഓരോരുത്തർക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്തും അതിന് ശേഷം ഞങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഏശയ്യാ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 16:19, യോഹന്നാൻ 20:23, മത്തായി 8:16, സങ്കീർത്തനം 107:20, എഫേസസ് 6:17, ലൂക്ക 10:19, മത്തായി 16 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെ ഈശോയെ അവിടുത്തെ നാമത്തില് ഫിലിപ്പിയർ 2:9 മുതൽ 11 വരെയുള്ള വചനത്തിലൂടെ, അപ്പസ്തോലന്മാരുടെ 4:12, റോമ 10:13, അപ്പസ്തോലന്മാരുടെ 2:21, ജോയൽ 2:32 അവിടുത്തെ നാമത്തിന്റെ ശക്തിയിൽ നിന്നുണ്ട്. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് 1 കൊരിന്തോസ് 1:10 പൗരോഹിത്യ ശുശ്രൂഷയിലൂടെയുള്ള അധികാരത്തിൽ നിന്നുണ്ട്. മർക്കോസ് 3:14-15 വചനത്തിലൂടെയും, ലൂക്ക 9:1-2 വചനത്തിലൂടെയും, 1 യോഹന്നാൻ 3:8 പ്രത്യേക കൃപയിൽ നിന്നുകൊണ്ട് ഈശോയെ ഞങ്ങളായിരിക്കുന്ന ഓരോ അവസ്ഥയുടെ മേലെ ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന അതിശക്തമായി സ്വാധീനിക്കുന്ന അനുസരണക്കേടിന്റെ അരൂപികളെ, വിമത സ്വഭാവത്തെ, വചനത്തിനെയും സഭയും ധിക്കരിക്കാനുള്ള
പ്രവണതയെ. എഫേസുസ് 2:2, എഫേസുസ് 5:6, ഏശയ 30:1, നിയമാവർത്തനം 21:20 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകൾ ഈശോ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലൂടെയും ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിലും പ്രവർത്തിക്കുന്ന ഈ അശുദ്ധ അരൂപിയെ, ബാറൂക്ക് 4:35 കാലങ്ങളായി വസിക്കുന്ന അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. ഈശോ ഈ കാലഘട്ടത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന മാധ്യമങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും വ്യഭിചാര ദുർഭൂതത്തിന്റെ സ്വാധീനങ്ങൾ. ഹോസിയ 5:4, ഹോസിയ 4:12, 1 യോഹന്നാൻ 2:15-16, എസെക്കിയേൽ 20:7-8, 2 പത്രോസ് 2:14, നാഹൂം 3:4, മത്തായി 5:22 ശരീര പ്രദർശനത്തിലൂടെ വശീകരിക്കുന്ന പലതരത്തിലുള്ള ചതിയുടെ മേഖലകൾ. പ്രഭാഷകൻ 9:8 പലതരത്തിലുള്ള ചിത്രങ്ങളിലൂടെ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാത്തിലൂടെയും ഈശോ കടത്തിവിടുന്ന ഈ സ്വാധീനിക്കുന്ന അരൂപികള്. എസെക്കിയേൽ 23:14 വിവാഹ ജീവിതത്തെയും സമർപ്പണ ജീവിതത്തിലേക്കും അവിശ്വസ്തത കടത്തിവിടുന്ന. എസെക്കിയേൽ 16:16 ലേവ്യർ 18 മൊത്തത്തിലൂടെയും വൈവാഹിക ജീവിതത്തിന്റെ വിശുദ്ധിയെ തകർക്കുന്ന. ഹെബ്രായർ 13:4, എസെക്കിയേൽ 13:26 എല്ലാ തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ അരൂപികളെ റോമ 1:24-27 വരെയുള്ള വചനത്തിലൂടെ വിഷയാസക്തികളുടെ അരൂപികളെ എസെക്കിയേൽ 23:49, 2 സാമുവേൽ 13:5, എസെക്കിയേൽ 23:17, റോമ 13:13 വശീകരണ പൈശാചിക തന്ത്രങ്ങളും മന്ത്രങ്ങളും സ്വാധീനങ്ങളും. എസെക്കിയേൽ 23:35 എസെക്കിയേൽ 23:4 ജസബൽ അരൂപികളെ, നേതൃത്വത്തിലുള്ളവരെ പോലും തകർക്കാൻ വേണ്ടി നടക്കുന്ന ഈ അരൂപിയെ വെളിപാട് 2:20 സംഖ്യ 25 ഇതിലൂടെ നടത്തുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക സമർപ്പണത്തെയും സാത്താനിക വേലകളിൽ ബലിയായി മാറുന്ന ഇത്തരം പ്രവണതകളെ കൂട്ടത്തോടെ യേശുനാമത്തിൽ സാത്താന്റെ സിനഗോഗുകളിൽ പ്രവേശിക്കുന്ന ഈ അരൂപികളെ വെളിപാട് 2:9, വെളിപാട് 3:9 യേശുനാമത്തിൽ പ്രാർത്ഥനാ ജീവിതത്തെയും ആത്മീയ ജീവിതത്തിലും കൃപയിലുള്ള വളർച്ചയും കുടുംബ ജീവിതത്തെയും സമർപ്പണ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തിലെയും നേതൃത്വങ്ങളെയും കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയെയും കൗമാരത്തിന്റെ വിശുദ്ധിയെയും നശിപ്പിക്കുന്ന ഈ അരൂപിയെ യേശുനാമത്തിൽ ചിന്തകള്, സ്പർശനങ്ങള്, ഓർമ്മകള് ലൂടെ കടത്തി വരുന്ന ഈ അരൂപികളെ, ഇതിന്റെ എല്ലാ സ്വാധീനങ്ങളെയും, അത് തലമുറകളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണെങ്കിൽ, കാലഘട്ടത്തിന്റെ സ്വാധീനങ്ങളാണെങ്കിൽ, അവയെല്ലാം യേശുനാമത്തിൽ ബന്ധിച്ചു ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, 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 ഹാലേലൂയാ. ഈശോയെ, ഞങ്ങൾ ഇടപെട്ട വ്യക്തികളിൽ നിന്ന് കടന്നു വരുന്ന പലതരത്തിലുള്ള സ്വാധീനങ്ങൾ, അവരുടെ സംസാരം, പെരുമാറ്റം, അവരുടെ ചില തെറ്റായ ബോധ്യങ്ങള്, അതിൻ്റെ സ്വാധീനങ്ങൾ. ജ്ഞാനം 4:12 സങ്കീർത്തനം 50:18 1 കൊരിന്തോസ് 15:33 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ, 2 കൊരിന്തോസ് 2:10-11 ഈശോയെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ, അതിതന്ത്രപൂർവം
ഞങ്ങളിലേക്ക് കടത്തിവിടുന്ന സ്ലേയിങ് സ്പിരിറ്റ്, വെറുപ്പിന്റെ അരൂപി, ആത്മാവിനെ നിർവീര്യമാക്കുകയും അതിലൂടെ പലരെയും ദ്രോഹിക്കുക, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും കുടുംബത്തെയും സമൂഹത്തിന്റെ സമാധാനത്തെയും വ്യക്തി ജീവിതത്തിലെ ആന്തരികതയും തകർക്കുന്ന ഈ അരൂപിയെ, അതിന് കാരണമാകുന്ന എല്ലാ വെറുപ്പിന്റെ മേഖലകളും, വൈരാഗ്യത്തിന്റെ മേഖലകൾ ഈശോയെ ഞങ്ങളിലോ ഞങ്ങളുടെ തലമുറകളിൽ ആർക്കെങ്കിലും ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിൽ ഉണ്ടെങ്കിൽ, ഞങ്ങളിൽ നിന്നാണെങ്കിൽ ഈശോ ഈ നിമിഷം അവിടുത്തോട് മാപ്പ് അപേക്ഷിക്കുന്നു. ഈ അരൂപിയുടെ എല്ലാ സ്വാധീനങ്ങളും അവിടുത്തെ കുരിശിന്റെ സാന്നിധ്യത്തിലേക്ക് ഈശോയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുനാമത്തിൽ ഈശോയെ ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളെയും ഈ നിമിഷം, ഞങ്ങൾക്ക് ഓർമ്മ വരുന്ന എല്ലാ വ്യക്തികളെയും അവിടുത്തെ നാമത്തിൽ ക്ഷമിക്കുന്നു. ഈ അരൂപിയെ പൂർണ്ണമായി അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കും. ഈശോയെ ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും, പഴയ കാലങ്ങളിൽ ഞങ്ങളുടെ ഓർമ്മകൾ പോലും ഇല്ലാത്ത വ്യക്തികൾ, മരിച്ചുപോയ വ്യക്തികൾ, ഇപ്പൊ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ, ഞങ്ങളെക്കുറിച്ച് വളരെയധികം ദോഷൈക ദൃക്കുകളിലൂടെ ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ മേഖലകളെയും യേശുനാമത്തിൽ ക്ഷമിക്കും. അവരെല്ലാം ഈശോയെ അവിടുത്തെ കുരിശാലെ അനുഗ്രഹിക്കണമേ. ആത്മീയവും ഭൗതികവും സാമ്പത്തികവും അവിടെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. ഈശോയെ ഞങ്ങൾ ആരെയെങ്കിലും ഞങ്ങളുടെ വാക്കോ പ്രവർത്തിയോ ചിന്തയോ മൂലം വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈശോയെ ഈ നിമിഷം അവിടുത്തെ നാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. ഈശോയെ അവരിലേക്ക് കടന്നു വന്നിട്ട് ഈ ആന്തരിക മുറിവിനെ പൂർണ്ണമായി ഈശോയെ അവിടുത്തെ രക്തത്താൽ സൗഖ്യപ്പെടുത്തണമേ. ആത്മീയവും ഭൗതികവും സാമ്പത്തികമായ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവർക്കുണ്ടായ ആന്തരിക മുറിവുകളിൽ നിന്ന് അവർക്ക് പൂർണ്ണ സൗഖ്യം അങ്ങ് നൽകുമെന്നുള്ള വിശ്വാസത്തോടെ അതിന്റെ മേലെ സ്വാധീനിക്കുന്ന എല്ലാ രൂപയും ഹെബ്രായർ 12:14 മുതൽ 15 വരെ വചനത്തിലൂടെയും, അപ്പസ്തോലരുടെ 8:23 എഫേസൂസ് 4:31 കൊലോസസ് 3:8 സങ്കീർത്തനം 109 3 മുതൽ 5 വരെ വചനത്തിലൂടെയും, 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെ വചനത്തിലൂടെയും, ഉൽപ്പത്തി 4:5 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്കാ 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ലോകാരൂപികളെ റോമ 8:7, യാക്കോബ് 4:4, 1 യോഹന്നാൻ 2:15 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്കാ 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വ്യത്യസ്ത രൂപികള് ഗലാത്യ 1:6 മുതൽ 9 വരെ വചനത്തിലൂടെയും, എസെക്കിയൽ 17:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും, 2 തെസ്സലോനിക്ക 2:1 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്ന, ബഹിഷ്കരിക്കുന്ന. ലൂക്കാ 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ അധർമ്മിയുടെ രൂപി പ്രവർത്തിക്കുന്നു. നാഹൂം 1:9, ഫിലിപ്പിയ 3:2, ജ്ഞാനം 1:16 യേശുനാമത്തിൽ, അതുപോലെ കാപട്യത്തിന്റെ അരൂപികള് ജ്ഞാനം 14:20 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്കാ 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സഭയിലും ഞങ്ങൾ ഇടപെടുന്ന പല മേഖലകളിലും കടന്നു വരുന്ന ഭിന്നതയുടെ അരൂപികള് റോമ 16:17-18 വചനത്തിലൂടെയും, യൂദ 17 മുതൽ 19 വരെയുള്ള വചനത്തിലൂടെയും, തീത്തോസ് 3:10 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെയും, സുഭാഷിതം 18:1 മുതൽ 2 വരെയുള്ള വചനത്തിലൂടെയും,
1 കൊരിന്തോസ് 11:17 മുതൽ 20 വരെയുള്ള വചനത്തിലൂടെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പൈശാചിക പ്രവചനത്തിലും ദർശനത്തിലും വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ നശിപ്പിക്കാനായി നടക്കുന്ന പല ശുശ്രൂഷകരിലും പ്രവർത്തിക്കുന്ന അരൂപികളെ ജെറമ്യ 23 അധ്യായത്തിലൂടെ പൂർണ്ണമായിട്ട്, എസെക്കിയേൽ 13 അധ്യായം മുഴുവനിലൂടെയും, ജെറമ്യ 14:14 അപ്പസ്തോലനോട് 16:16 2 പത്രോസ് 2:1 മുതൽ 22 വരെ വചനത്തിലൂടെയും, 2 തിമോത്തി 3:1 മുതൽ 9 വരെയുള്ള വചനത്തിലൂടെയും, 1 തിമോത്തി 4:1 മുതൽ 4 വരെ വചനത്തിലൂടെയും, 1 തിമോത്തി 5:22 പലതരത്തിലുള്ള പൈശാചിക കൈവെപ്പുകളുടെ സ്വാധീനങ്ങളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പൈശാചിക പ്രബോധനങ്ങളുടെ സ്വാധീനത്തിലായിരിക്കുന്ന വ്യക്തികളെ 1 തിമോത്തി 4:1-2 വചനത്തിലൂടെയും, വെളിപാട് 2:24 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. കുറ്റാരോപണത്തിന്റെ അരൂപി ഈശോയെ, അത് പൈശാചികമാണെന്ന് പോലും അറിയാതെ നടന്ന് ജീവിക്കുകയും നിന്ദിച്ച് അതിന്റെ കഠിന ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികളെ വെളിപാട് 2:9 വെളിപാട് 12:10 സക്രിയ 3:1 ഏശയ്യ 28:22 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. പലതരത്തിലുള്ള നുണ വിശ്വസിക്കുകയും നുണ പ്രചരിപ്പിക്കുകയും നുണ ജീവിക്കുകയും നുണയാണെന്ന് അറിയാതെ പോലും അതിന്റെ അടിമപ്പെടുത്തുന്ന ഈ സ്വാധീനത്തെ യേശുനാമത്തിൽ വെളിപാട് 3:9 1 രാജാക്കന്മാർ 22:22 യോഹന്നാൻ 8:44 അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. വ്യാജ അടയാളങ്ങള്, അത്ഭുതങ്ങള് പൈശാചികമാണെന്ന് അറിയാതെ അതിന്റെ പുറകെ പോകുന്ന വ്യക്തികള്, അത് നടത്തുന്ന വ്യക്തികള്, അതിലൂടെ സ്വാധീനിക്കുന്ന മേഖലകള് ആത്മീയവും ഭൗതികവും ശാരീരിക തലങ്ങളിൽ പോലും അതിന്റെ സ്വാധീനങ്ങള് വെളിപാട് 16:13-14 വചനത്തിലൂടെയും, മത്തായി 24:24 2 തെസ്സലോനിക്ക 2:3 മുതൽ 5 വരെ വചനത്തിലൂടെയും, ജ്ഞാനം 14:20 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. വ്യർത്ഥമായ തർക്കങ്ങള് 1 തിമോത്തി 1:6-7 വചനത്തിലൂടെയും, യാക്കോബ് 3:1 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. എല്ലാ വ്യാജ പ്രവാചകരെ, അപ്പസ്തോലന്മാരാണെന്ന് നടിക്കുന്നവരെ വെളിപാട് 2:2 2 കൊരിന്തോസ് 11:13-14 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. അസൂയ വിഗ്രഹത്തിന്റെ സ്വാധീനങ്ങള് അത് ഹൃദയത്തിൽ കൊണ്ടു നടന്ന് സ്വയം നഷ്ടപ്പെടുത്തുകയും ആത്മീയ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിനും തടസ്സമാകുന്ന ഈ അരൂപിയെ എസെക്കിയേൽ 8:3 എസെക്കിയേൽ 8:5 യേശു നാമത്തില് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. മന്ത്രവാദങ്ങള്, തലമുറകളായിട്ടുള്ള അതിന്റെ സ്വാധീനങ്ങള്, ഇപ്പോൾ നടത്തപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ആഭിചാരങ്ങള് ഏശയ്യ 34:14 നിയമാവർത്തനം 18:1 മുതൽ 4 വരെ വചനത്തിലൂടെ, നിയമാവർത്തനം 18:9 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെയും, ലേവ്യർ 19:31 ലേവ്യർ 20:6 മുതൽ 8 വരെയുള്ള വചനത്തിലൂടെയും, എസെക്കിയേൽ 13:20 നിയമാവർത്തനം 13:1 മുതൽ 3 വരെയുള്ള വചനത്തിലൂടെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു.
പൈശാചിക അൾത്താരകൾ രൂപപ്പെടുകയും അതില് അർപ്പിക്കപ്പെടുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക സമർപ്പണങ്ങളെയും ഉടമ്പടികളെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെയും എത്രയേറെ വിടുതൽ ശുശ്രൂഷയ്ക്ക് പോയിട്ടും ആരുടെ എല്ലാം പ്രാർത്ഥന വാങ്ങിച്ചിട്ടും ഇനിയും വിട്ടുമാറാത്ത പൈശാചിക ഉടമ്പടികളെ അതിനെ അവിടുത്തെ നാമത്തിൽ സങ്കീർത്തനം 118 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെ വിച്ഛേദിക്കുന്നു 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 വിച്ഛേദിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ഉടമ്പടികൾ ഈശോയെ ഒരു വ്യക്തിയുടെ മേലും സ്വാധീനം ചെലുത്താതെ ഈശോ ഈ നിമിഷം അമ്മയുടെ വിമല ഹൃദയം വഴിയായിട്ട് ഓരോ ആത്മാവിനെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യക്തികള് അവരെല്ലാവരും ഈശോയെ ഇപ്പോൾ അർപ്പിക്കുന്ന ബലിയിലേക്ക്, ആ ബലിയുടെ ആ നിത്യമായ ആൾത്താരേക്കാൾ ഒരു ഉടമ്പടിയും ഇല്ല എന്ന് വിശ്വസിക്കാനും ആ ഉടമ്പടിയുടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ബലിയായിട്ട് സമർപ്പിക്കാൻ, റോമ 12:1-2 കൃപയിലായിരിക്കാൻ സമർപ്പിക്കുന്നു ഈശോയെ. അതിന് തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിന്റെ അരൂപികൾ ഈശോയെ, ഈ അരൂപി വെച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ സമർപ്പണത്തിന് യോഗ്യരാകാൻ പറ്റില്ല എന്ന് ഇനിയെങ്കിലും ഞങ്ങൾ ബോധ്യപ്പെടട്ടെ കർത്താവേ. അഹങ്കാരത്തിന്റെ എല്ലാ മേഖലകളും, വാക്ക്, പ്രവർത്തി, ചിന്ത, പെരുമാറ്റം, ഉദ്യമങ്ങൾ, ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള്, അവയെല്ലാം ഏഷ്യ 14:9 മുതൽ 14 വരെയുള്ള വചനത്തിലൂടെയും പ്രഭാഷകൻ 10:10 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെയും 1 പത്രോസ് 5:5-6 വചനത്തിലൂടെയും യാക്കോബ് 1:6 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും നിയമാവർത്തനം 21:20 ഒബേദിയ 1 മുതൽ 6 വരെയുള്ള വചനത്തിലൂടെയും സങ്കീർത്തനം 94:2 ജെറമിയ 50:31-32 എസെക്കിയേൽ 31:10 ജെറമിയ 9:23 1 കൊരിന്തോസ് 8:1 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 10:10 എല്ലാ സ്വാധീനങ്ങളും യേശു നാമത്തിൽ, സങ്കീർത്തനം 118 10 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെ, സങ്കീർത്തനം 49-44-5 വചനത്തിലൂടെയും 2 തെസ്സലോനിക്ക 2:7 എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളുടെ അരൂപികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ചിന്തകളെ വ്യതിചലിപ്പിക്കാൻ തന്ത്രപൂർവ്വം കടത്തി വരുന്ന എല്ലാ തരത്തിലുള്ള വായനകള്, ദർശനങ്ങള്, ചർച്ചകള് അപ്പസ്തലരോട് 13:10 2 കൊരിന്തോസ് 11:3 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ അരൂപികള് 1 യോഹന്നാൻ 4:3 1 യോഹന്നാൻ 2:18 1 യോഹന്നാൻ 2:22 2 യോഹന്നാൻ 7 2 തെസ്സലോനിക്ക 2:1 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെ മത്തായി 24:24 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള ഭാവി അറിയാനുള്ള ഒരു മോഹം, അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും ദൈവമാണ്, ഈശോയാണ് എൻ്റെ ഭാവി എന്ന് വിശ്വസിക്കാൻ അതിനെ തടസ്സപ്പെടുത്തുന്ന അരൂപികള് ജെറമിയ 14:14 എസെക്കിയേൽ 22:28 അപ്പസ്തലരോട് 16:16 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചേക്കുന്നു. എല്ലാ തരത്തിലുള്ള വ്യർത്ഥ ഭാഷണങ്ങൾ ഈശോ അതിലൂടെ ഞങ്ങള് ലഭിക്കുന്ന എല്ലാ കൃപകളും നഷ്ടപ്പെടുത്തുന്നുള്ള ഒരു സുബോധം ഞങ്ങൾക്ക് നൽകണം. എന്നിട്ട് എല്ലാ തരത്തിലുള്ള വ്യർത്ഥ ഭാഷണങ്ങൾ ഉപേക്ഷിച്ച് ആന്തരികമായി സ്തോത്ര ഗീതത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് യാചിച്ചുകൊണ്ട് എഫേസസ് 5:4 പ്രഭാഷകൻ 19:6 2 തിമോത്തി 2:16 യാക്കോബ് 4:16 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ലൗകികവും ജഡികവുമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട്
ഞങ്ങളുടെ ആത്മാവ് നിദ്രാലസ്യത്തിലാണെന്ന് അറിയാതെ ജീവിക്കുന്ന അവസ്ഥകള്, അതിന്റെ മേലുള്ള അരൂപികള് റോമ 11:8 ഏശയ്യാ 29:10 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. ആശയക്കുഴപ്പത്തിന്റെ അരൂപികള്, ഒരു കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തതയില്ല, എന്തെടുത്താലും സംശയം. ആത്മീയ കാര്യമായാലും ഭൗതികമായ കാര്യമായാലും എല്ലാത്തിനും ഒരു സംശയം. അതിന് കാരണമാകുന്ന ഈ അരൂപിയെ ഏശയ്യാ 19:14 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ആത്മീയവും ഭൗതികവും സാമ്പത്തികവും ബന്ധങ്ങളിലും കൃപയിലുള്ള വളർച്ചയെയും തടസ്സപ്പെടുത്തുന്ന ഒരു അരൂപിയെ, സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ്, അതിന് പല സ്വഭാവങ്ങളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ബന്ധങ്ങളിലും ആൾക്കാരുടെ മേലെ ഇതിന്റെ സ്വാധീനത്താലും തടസ്സപ്പെടുത്തി കിടക്കുന്ന എല്ലാ തരത്തിലുള്ള മേഖലകളുടെ ഉള്ള അരൂപികള് തോബിത്ത് 3:8-10 വരെയുള്ള വചനത്തിലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ, കാലങ്ങളായിട്ട് ഇനിയും വെളിപ്പെടുത്താത്ത വിധത്തില് ഒളിഞ്ഞിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതും ആത്മീയ വളർച്ച, കൃപയിലുള്ള വളർച്ച, സാമ്പത്തിക വളർച്ച, ജീവിതത്തിന്റെ ആത്മവിശ്വാസത്തെ തടസ്സപ്പെടുത്തുന്ന ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന അരൂപികളെ ജോബ് 40:21 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ദാനിയേൽ 9:27 ഉൽപ്പത്തി 16:12 അരൂപികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. അന്ധകാരത്തിന്റെ അരൂപികൾ, ബുദ്ധിയില് മനസ്സിന് ആത്മാവിനെ ബാധിക്കുന്ന ഇതിനെ 2 കൊരിന്തോസ് 4:4 റോമ 1:21 എഫേസസ് 4:17-18 വചനത്തിലൂടെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഭക്ഷണാസക്തി, അതിന്റെ അരൂപികളെ ഫിലിപ്പിയ 3:19 റോമ 16:18 അരൂപികള് യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും സാമ്പത്തിക ഉന്നമനത്തെയും തകർക്കാൻ വേണ്ടി പല ഇടങ്ങളിൽ ഇരുന്ന് നടത്തുന്ന എല്ലാ തരം ഗൂഢാലോചനയിൽ നിന്ന് വരുന്ന അരൂപികളെ ഏശയ്യാ 8:10-12 വരെയുള്ള വചനത്തിലൂടെയും നാഹും 1:9-12 വരെയുള്ള വചനത്തിലൂടെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. മദ്യാസക്തി തലമുറകളെ പോലും തകർക്കുകയും ഭ്രാന്ത്, ചിത്തഭ്രംഭം, ആശയക്കുഴപ്പം, അടിമത്തം, സാമ്പത്തിക നഷ്ടം, പല പാപങ്ങളുടെയും ഉറവിടമായ ഈ അരൂപിയെ ഏശയ്യാ 28:7 ഏശയ്യാ 5:11 ഏശയ്യാ 5:12 ഏശയ്യാ 5:22 ലൂക്ക 21:34 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. കൊളോസസ് 2:18 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചത്. എല്ലാ തരത്തിലുള്ള വ്യാജ തർക്കശാസ്ത്രത്തെയും കൊളോസസ് 2:8 കൊളോസസ് 2:23 1 തിമോത്തി 6:20-21 വചനത്തിലൂടെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. പല ഇടങ്ങളിൽ ഇരുന്നിട്ട് അമ്മ മാതാവിനെതിരെ വാക്ക്, പ്രവർത്തി, ചിന്ത, പഠനങ്ങൾ അടക്കുന്ന അവരുടെ മേലെ സ്വാധീനിക്കുന്ന എല്ലാ പൈശാചിക അരൂപികളും യേശു നാമത്തിൽ അമ്മ മാതാവിന്റെ പ്രത്യേകമായ മാധ്യസ്ഥ നിന്നുകൊണ്ട് ഉൽപ്പത്തി 3:15 വെളിപാട് 12:15-18 വരെയുള്ള വചനത്തിലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും ദൈവ സ്നേഹത്താൽ നിറയ്ക്കണം ഈശോയെ. അവിടുത്തെ സ്നേഹത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റണം ഈശോയെ.
റോമ 5:5 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം 7:7 ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഇരുന്ന് വചനം വായിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. താപസ ജീവിത ശൈലി ഞങ്ങൾക്ക് നൽകണേ. സുഖലോൽപതയിൽ നിന്ന് എന്നേക്കുമായി വിട്ടുമാറാനുള്ള കൃപ നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏശയ്യ 66:2. ഏശയ്യ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഏശയ്യ 34:16. ഏശയ്യ 34:16. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ജ്ഞാനം 7:27. ജ്ഞാനം 7:27. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്, മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു, അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ആന്തരിക പുറപ്പാട് ഭാഗം 8. ഇന്ന് നാം ധ്യാനിക്കുക ആത്മാവിനെ ബന്ധിക്കുന്ന ആന്തരിക മുറിവുകളിൽ നിന്നുള്ള മോചനം. ഇസ്രായേൽ ജനത്തിന്റെ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു കണ്ണാടിയായി നമ്മുടെ മുമ്പിൽ വെക്കാം. ഈജിപ്ത് പലപ്പോഴും അത് നമ്മുടെ ഉള്ളിലെ അടിമത്തത്തിന്റെ പ്രതീകമാണ്. ഫറവോൻ ദൈവത്തിന് കീഴടങ്ങാൻ വിസ്മതിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെയും പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് ഓരോ ബാധയും നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം എന്തിനെയാണ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ആദ്യ ബാധയിൽ നാം കണ്ടത് ജലം രക്തമായി മാറുന്നതാണ്. ജീവന്റെ ഉറവിടം തന്നെ വിഷലിപ്തമാകുന്നു. ഉള്ളിൽ എന്തോ തെറ്റിപ്പോയിരിക്കുന്നു. ഇപ്പോൾ രണ്ടാം ബാധയിൽ ആ വിഷബാധയുടെ മറ്റൊരു ഫലം നാം കാണുന്നു. പുറപ്പാട് 8:1-2 വചനങ്ങള്. പുറപ്പാട് 8:1-2. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിന്റെ രാജ്യത്തെ പീഡിപ്പിക്കും. നൈൽ നദിയിൽ നിന്ന് തവളകൾ കയറി വരുന്നു. അവ വെള്ളത്തിൽ മാത്രം നിൽക്കുന്നില്ല. അവ കൊട്ടാരത്തിലേക്കും വീടുകളിലേക്കും കിടപ്പുമുറികളിലേക്കും അപ്പം കുഴയ്ക്കുന്ന തൊട്ടികളിൽ പോലും കയറുന്നു. അതായത് തവളകൾ ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്നില്ല, ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും അവ കടന്നു കയറി. ഇതാണ് ഈ ബാധയുടെ ആന്തരിക സന്ദേശം. വെള്ളത്തിൽ നിന്ന് കരയിലേക്ക്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക്. തവളയുടെ സ്വാഭാവിക സ്ഥലം വെള്ളമാണ്. എന്നാൽ ഇപ്പോൾ അവ വെള്ളത്തിന്റെ അതിരുകൾ വിട്ട് കരയിലേക്ക് കയറുന്നു. വിശുദ്ധ ഗ്രിഗറി ഈ സംഭവത്തെ മനുഷ്യന്റെ വികാരങ്ങളുടെയും
ആസക്തികളുടെയും പശ്ചാത്തലത്തിലാണ് ധ്യാനിക്കുക. മർക്കോസ് 7:21. മർക്കോസ് 7:21. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. റോമ 1:24. റോമ 1:24. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. ഉൽപ്പത്തി 8:21. ഉൽപ്പത്തി 8:21. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. മനുഷ്യന്റെ ഉള്ളിലെ വികാരങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും സ്വാഭാവികമായ ഒരു സ്ഥാനമുണ്ട്. എന്നാൽ ആന്തരിക മുറിവുകൾ മൂലം അവയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും വിവേകത്തിന്റെ പരിധി കടക്കുകയും ചെയ്യുമ്പോൾ അവ ക്രമേണ മനുഷ്യന്റെ ചിന്തകളെയും തീരുമാനങ്ങളെയും പെരുമാറ്റങ്ങളെയും ബന്ധങ്ങളെയും സ്വാധീനിച്ച് ജീവിതത്തെ കീഴടക്കാൻ തുടങ്ങുന്നു. അവയ്ക്ക് ഉണ്ടായിരിക്കേണ്ട സ്ഥാനം വിട്ട് അവ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കയറി വരുന്നു. ഒരു ചിന്ത ആദ്യം ചെറിയതാണ്. ഒരു ആഗ്രഹം ആദ്യം ചെറിയതാണ്. ഒരു അസ്വസ്ഥത ആദ്യം ചെറുതാണ്. ഒരു വാക്ക് ആദ്യം ചെറുതാണ്. പക്ഷേ അതിനെ നിയന്ത്രിക്കാതെ വിട്ടാൽ അത് പെരുകുന്നു, തവളകളെ പോലെ. ഒരു തവള വന്നാൽ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. 2 വന്നാലും നാം സഹിച്ചേക്കാം. പക്ഷേ നമ്മുടെ പരിസരവും നമ്മുടെ കുടുംബവും നമ്മുടെ കിടപ്പുമുറിയും എല്ലായിടത്തും അതിന് സ്വാധീനമായാലോ? അതിന്റെ അർത്ഥം തവളകൾ വലിയൊരു കോട്ടയുണ്ടാക്കി എന്നല്ലേ നമ്മുടെ ജീവിതത്തിന് മേലെ. ആന്തരിക മുറിവിന്റെ വലിയൊരു സ്വാധീനം ഉണ്ടെന്നല്ലേ. 2 കൊറിന്തോസ് 10:4-5 2 കൊറിന്തോസ് 10:4-5. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കുവാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദുർഗമമായ കോട്ട രൂപപ്പെടുന്നത് ആന്തരിക മുറിവുകളിലൂടെയാണ്. നമ്മൾക്ക് സുപരിചിതമാണ് 7 മൂലപാപങ്ങള്. 7 മാരക ആന്തരിക മുറിവുകള് അതിന്റെ പുറകെയുണ്ട്. അവിടുന്നാണ് ഈ 7 പാപങ്ങൾക്കുള്ള വഴി തുറന്നു കിട്ടുന്നത്. അതേതൊക്കെയാണ്? അപമാനത്തിന്റെ മുറിവ്, അയോഗ്യത ബോധത്തിന്റെ മുറിവ്, ഉപേക്ഷിക്കപ്പെട്ടതിന്റെ മുറിവ്, തിരസ്കരണപ്പെട്ടതിന്റെ മുറിവ്, ഭയത്തിന്റെ മുറിവ്, അസുരക്ഷിതത്വത്തിന്റെ മുറിവ്, പ്രത്യാശ ഇല്ലായ്മയുടെ മുറിവ്. ഈ ഓരോ മുറിവും ഉണങ്ങാത്ത സമയത്ത് നമ്മൾ ഏതെല്ലാം പാപങ്ങൾ ഉപേക്ഷിച്ചാലും ആ പാപത്തിന് വസിക്കാൻ ഈ മുറിവുണ്ട്. ഏതൊക്കെ പാപങ്ങളാണ് ഈ മുറിവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ആദ്യത്തത് അപമാനത്തിന്റെ മുറിവുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ അഹങ്കാരം ഉണ്ടായിരിക്കും.
അയോഗ്യബോധത്തിന്റെ മുറിവുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ അസൂയുണ്ടാകും. ഉപേക്ഷിക്കപ്പെട്ടതിന്റെ മുറിവുണ്ടെങ്കിൽ ഇന്ദ്രിയാസക്തി, ഭോജനപ്രിയം ഉണ്ടാകും. തിരസ്കരിക്കപ്പെട്ടതിന്റെ മുറിവുണ്ടെങ്കിൽ കാമാസക്തി ഉണ്ടാവും. ക്രോധം വളരെ അധികം ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ ഭയത്തിന്റെ മുറിവുണ്ടാവും. അത്യാഗ്രഹമുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ സുരക്ഷിതത്വത്തിന്റെ മുറിവുണ്ടായിരിക്കും. അലസത, ആത്മീയ അലസത ഉണ്ടെങ്കിൽ പ്രത്യാശയില്ലായ്മയുടെ ഒരു മുറിവുണ്ടായിരിക്കും. ഈ മുറിവുകൾ അറിഞ്ഞും അതിനെ സൗഖ്യത്തിനായിട്ട് സമർപ്പിച്ചാലേ ഈ പാപത്തിൽ നിന്ന് നമുക്ക് മോചിതരായിട്ട് അതിൻ്റെ ഫലം എന്നോണം എളിമയിലേക്കും വിശുദ്ധിയിലേക്കും ധൈര്യത്തിലേക്കും ശാന്തതയിലേക്കും ആത്മീയ നിയന്ത്രണത്തിലേക്കും എല്ലാത്തിലേക്കും വളരാൻ പറ്റുള്ളൂ. ഈ പാപം ഉപേക്ഷിച്ചില്ലെങ്കിൽ, മുറിവ് സൗഖ്യപ്പെടാതെയും പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവർത്തനത്തിലൂടെ അവിടെ ഓരോ തരത്തിലുള്ള പിശാചിന്റെ ആവാസ കേന്ദ്രമായി മാറും. അഹങ്കാരം വസിക്കുന്ന അപമാനത്തിന്റെ മുറിവുള്ള വ്യക്തിയാണെങ്കിൽ ലൂസിഫർ അവിടെ ജീവിക്കാൻ തുടങ്ങും. ഏശയ 14:2. ഏശയ്യ 14:2. ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും. ഇസ്രായേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസീദാസന്മാരാക്കും. തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും. തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും. അസൂയയുടെ ഒരു ജീവിതമാണ് നയിക്കണമെങ്കിൽ ലെവിയാത്തൻ അവിടെ വസിക്കാൻ തുടങ്ങും. സങ്കീർത്തനം 74:14. സങ്കീർത്തനം 74:14. ലെവിയാഥന്റെ തലകൾ അവിടുന്ന് തകർത്തു, അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു. ഇന്ദ്രിയാസക്തി, ബോധനാസക്തിയിൽ ജീവിക്കുകയാണെങ്കിൽ തുടരെ ബെൽസബുൾ വാസം അർപ്പിക്കും. 2 രാജാക്കന്മാർ 1:6. 2 രാജാക്കന്മാർ 1:6. അവർ മറുപടി പറഞ്ഞു, ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരികെ ചെന്ന് നിങ്ങളെ അയച്ച രാജാവിനെ അറിയിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ എക്രോൻ ദേവനായ ബെൽസബൂബിനെ നീ സമീപിക്കുന്നത്? ഈ രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. കാമാസക്തി, തിരസ്കരണത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അവിടെ വാസം അർപ്പിക്കുന്നത് ആസ്മോദേവൂസ്. തോബിത്ത് 3:16-17. തോബിത്ത് 3:16-17. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിലെത്തി. അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ തോബിത്തിന്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും റഘുവേലിന്റെ പുത്രി സാറായെ തോബിത്തിന്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകുവാനും അസ്മോദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി. സാറായെ സ്വന്തമാക്കാൻ തോബിയാസിനായിരുന്നു അവകാശം. ഭയത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ക്രോധം അവിടെ പുരാതന സർപ്പം വിരസിക്കും. വെളിപാട് 12:9. വെളിപാട് 12:9. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവന്റെ ദൂതന്മാരും. അസുരക്ഷിത്വത്തിൽ നിന്ന് വന്ന അത്യാഗ്രഹത്തിന്റെ പാപം അവിടെ മാമോനാണ് പിന്നെ ഭരണം നടത്തുക. മത്തായി 6:24. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ആത്മീയ അലസതയിൽ ജീവിച്ചാൽ ബാലിന്റെ രാജ്യമായി മാറും. അത്
സംഖ്യ 25 1 മുതൽ 3 വരെയുള്ള വചനം. സംഖ്യ 25 1 3. ഷിത്തിമിൽ പാർക്കുമ്പോൾ മൊവാബിയ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു. ഇതാണ് നമ്മൾ ലൂക്ക 8:2 പറയുന്ന 7 പിശാചുകൾ. ലൂക്ക 8:2. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെട്ടവളുമായ മറിയവും. ഇനി ഇതെല്ലാം ഒരു പ്രദേശത്ത് ഒരു തലമുറയിൽ വസിക്കുന്നുണ്ടെങ്കിൽ അത് നിയമാവർത്തനം 7:1 നിയമാവർത്തനം 7:1. നിങ്ങൾ ചെന്ന് കൈവശമാക്കുവാൻ പോകുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയും അനേകം ജനതകളെ നിങ്ങളെക്കാൾ സംഖ്യാബലവും ശക്തിയുമുള്ള ഹിത്യർ, ഗിർഗാഷ്യർ, അമോര്യർ, കാനാന്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസിയർ എന്നീ 7 ജനതകളെ. മത്തായി 12:45. മത്തായി 12:45. അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. അങ്ങനെ ഒരു അനുഭവമാണെങ്കിൽ ശാന്തമായി ഇരിക്കാൻ കഴിയില്ല. പിന്നെ ഓട്ടത്തോടെ ഓട്ടമായിരിക്കും. ഇരിക്കാൻ പറഞ്ഞാലും ഓടും. ഏശയ്യ 30:15. ഏശയ്യ 30:15. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. നമുക്ക് പുതിയ നിയമത്തില് നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്ന ഒരു ഭാഗമാണ്, ഡെയിലി റീഡിങ്ങിന്റെ ഭാഗമാണ്. അതിലൂടെ ചില കാര്യങ്ങൾ ആഴമായിട്ട് മനസ്സിലാക്കാം. മർക്കോസ് 5:4-5 വചനങ്ങൾ. മർക്കോസ് 5:4-5. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ആർക്കും ഒതുക്കി നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആത്മീയ മുറിവുകള്, ആന്തരിക മുറിവുകള്, ഇവയെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി തൻ്റെ ഭൂതകാലത്തിലെ ഒരു മുറിവിന്റെ കല്ലറയിൽ തന്നെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവൻ കല്ലറകളിൽ വസിച്ചു എന്ന് പറയുന്നത്. പഴയ നിരസിക്കൽ, അപമാനം, വഞ്ചന, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ, നഷ്ടം അല്ലെങ്കിൽ വേദനാജനകമായ ഒരു അനുഭവം വീണ്ടും വീണ്ടും ഓർത്ത് കല്ലറയിൽ വസിക്കുക. മുറിവ് ഇനി സംഭവിച്ച ഒരു കാര്യം മാത്രമല്ല, വ്യക്തി ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയായി അത് മാറുന്നു. സംഭവം കഴിഞ്ഞു പോയി, സാഹചര്യം മാറിപ്പോയി, എന്നാൽ ആ സംഭവത്തിന്റെ വേദനയും അതിന്റെ സ്വാധീനവും ഇന്നത്തെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്, മുറിവുകൾ ഉള്ളൊരു ജീവിതത്തിന്റെ പ്രത്യേകത, രാവും പകലും അവൻ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. ഒരു ആന്തരിക നിലവിളി ഉറക്കത്തിലുമുണ്ട്, ജാഗരണത്തിലുമുണ്ട്, എല്ലാ നിമിഷത്തും ഉണ്ട്. ആ മനുഷ്യന്റെ രാവും പകലുമുള്ള നിലവിളിയും അസ്വസ്ഥതയും ആന്തരിക മുറിവിൽ കഴിയുന്ന ഒരു ജീവിതത്തിന്റെ ദാരുണമായ ചിത്രമാണ്. മുൻകാലത്തെ നിരസിക്കൽ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിരസിക്കപ്പെടുമോ എന്നൊരു ഭയം, മുൻകാലത്തെ അപമാനം ഇന്നത്തെ സാഹചര്യങ്ങളിൽ അമിതമായി പ്രതിരോധമായി മാറാം. മുൻകാലത്തെ വഞ്ചന
ഇന്നത്തെ ബന്ധങ്ങളിൽ സംശയമായി മാറാം. മുൻകാലത്ത് ഉപേക്ഷിക്കപ്പെടൽ അമിതമായ ആശ്രയത്വമോ നിയന്ത്രിക്കാനുള്ള ആഗ്രഹവുമായി മാറാം. അതിനാൽ ഇപ്പോഴത്തെ സാഹചര്യത്തോട് പ്രതികരണം അതനുസരിച്ച് മാത്രമായിരിക്കണമെന്നില്ല. ഇന്നത്തെ സംഭവത്തോടൊപ്പം പഴയ മുറിവും പ്രതികരിക്കുന്നു. അവൻ കല്ലുകൊണ്ട് തന്നെ മുറിവേൽപ്പിച്ചു. ഈ മുറിവുകളെല്ലാം സ്വയം നശിപ്പിക്കുന്നുണ്ട്, കൂടിയുള്ളവരെയും നശിപ്പിക്കുന്നു. ഇതങ്ങ് തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വഭാവമായി മാറുകയാണ്. അവനെ മെരുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ജീവിത ശൈലിയായി മാറുകയാണ്. ആദ്യം ഒരു പ്രതികരണം മാത്രമായിരിക്കാം, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരു ശീലമായി മാറുന്നു. ശീലം ആവർത്തിച്ച് ഉറപ്പിക്കുമ്പോൾ അതൊരു പെരുമാറ്റമായി മാറുന്നു. ആ പെരുമാറ്റ രീതി പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ബന്ധനമായി മാറുന്നു. ഇതെല്ലാം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഈജിപ്തുകാര് ആരാധിച്ചത് തന്നെ ബാധയായി മാറുന്നു. ഇവിടെയാണ് നമ്മുടെ ദൈവമായ ബന്ധം തകരുമ്പോഴാണ് ആന്തരിക മുറിവുകൾക്ക് സ്ഥാനവും ബന്ധനത്തിന്റെ വിവിധ മേഖലകളിലേക്കും പ്രവേശിക്കുന്നതിന്റെ ഉറവിടം. അതെന്താ? ഈജിപ്തുകാർക്ക് തവള ഒരു സാധാരണ ജീവി മാത്രമായിരുന്നില്ല. അവരുടെ മതപരമായ ചിഹ്നങ്ങളുമായി അതിന് ബന്ധമുണ്ടായിരുന്നു. അതിനാൽ ഈ സംഭവത്തിൽ ഒരു ഗൗരവമുള്ള ആത്മീയ സന്ദേശമുണ്ട്. മനുഷ്യൻ ദൈവത്തിന്റെ സ്ഥാനത്ത് എന്തിനെ പ്രതിഷ്ഠിക്കുന്നുവോ അത് തന്നെ ഒടുവിൽ അവനെ അടിമപ്പെടുത്തും. അത് എന്ത് പ്രതിഷ്ഠിച്ചാലും. എസെക്കിയേൽ 14:3-6 വരെയുള്ള വചനങ്ങൾ. എസെക്കിയേൽ 14:3-6. മനുഷ്യപുത്ര, ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ? ആകയാൽ നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പാപഹേതുക്കൾ കൺമുമ്പിൽ തന്നെ വച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായി ഞാൻ തന്നെ ഉത്തരം നൽകും. വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയാണ് അത്. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, പശ്ചാത്തപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും മ്ലേച്ഛതകളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. നാം ദൈവത്തിന് നൽകേണ്ട സ്ഥാനം മറ്റെന്തെങ്കിലും കൊടുക്കുമ്പോൾ ആ വസ്തുവോ വ്യക്തിയോ ആഗ്രഹമോ ആശയമോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദൈവമായി മാറുന്നു. അപ്പോൾ അനുഗ്രഹമാകേണ്ടത് അടിമത്തമായി മാറുന്നു. നാം നിയന്ത്രിക്കേണ്ടത് നമ്മെ നിയന്ത്രിക്കുന്നു. നാം ഉപയോഗിക്കേണ്ടത് നമ്മെ ഉപയോഗിക്കുന്നു. നാം കൈവശം വെക്കേണ്ടത് നമ്മെ കൈവശപ്പെടുത്തുന്നു. ഇതാണ് ആന്തരിക പുറപ്പാടിന്റെ ഒരു പ്രധാന ഘടകം. ഏതാണത്? 1 കൊറിന്തോസ് 6:12 ജീവിക്കുന്നവരാണ് ആന്തരിക പുറപ്പാടിൽ യാത്ര ചെയ്യുന്നവര്. 1 കൊറിന്തോസ് 6:12. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. സഭാ പണ്ഡിതനായ ഒറിജിൻ ഹോമിലീസ് ഓൺ എക്സഡസ്, അവിടെ തവളകളുടെ നിരന്തരമായ കരച്ചിലിനെ ഉള്ളടക്കമില്ലാത്തതും ശബ്ദമുഖരിതമായ സംസാരത്തിന്റെ പ്രതീകമായി കാണുന്നു. ആരാണ് കൂടുതൽ സംസാരിക്കുന്നവർ? ഉള്ളടക്കമില്ലാത്തവരാണ്. അതല്ലേ ഇന്ന് ഇത്ര ശബ്ദം. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ നിശബ്ദതയിൽ വളർത്താൻ പരിശീലിപ്പിക്കുവോ? ഒച്ച ഉണ്ടാക്കാനല്ലേ പരിശീലിപ്പിക്കുന്നത്? വാദിക്കാനല്ലേ പരിപാടികള്? ആർക്കെങ്കിലും നിശബ്ദതയിൽ വളർത്താനുള്ള ആന്തരിക പരിശീലനം
ലഭിക്കുന്നുണ്ടോ? കുറേ ബഹളം ഉണ്ടാക്കുക, എല്ലാ സംസ്കാരത്തിന്റെയും പുറകെ പോവുക, എല്ലാ പ്രസ്ഥാനത്തിനും ഒരു അഭിപ്രായമായിട്ട് പോകുക. അതൊന്നുമല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് സങ്കീർത്തനം 1:1 പ്രാധാന്യം ഒന്ന് നോക്കിയേ. സങ്കീർത്തനം 1:1 ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യം. അതാണ്. ശബ്ദം കൂടുതലാണ്, ഉള്ളടക്കം കുറവാണ്. സംസാരം കൂടുതലാണ്, ജ്ഞാനം കുറവാണ്. വിവാദം കൂടുതലാണ്, സത്യം കുറവാണ്. അഭിപ്രായം കൂടുതലാണ്, പ്രാർത്ഥനയെ കുറവുള്ളൂ. ശബ്ദം വളരുമ്പോൾ സത്യം വളരില്ല. ഇതാണ് തവളകളുടെ ബാധ നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തവളകളുണ്ട്? എനിക്ക് തവളയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, പറയാൻ പറ്റുമോ? തുടക്കം, അനാവശ്യമായ സംസാരം ഉണ്ടെങ്കിൽ, എല്ലാവരോടും എല്ലാം പറയുന്ന ശീലം ഉണ്ടെങ്കിൽ ഞാനും ഒരു തവള തന്നെയാണ്. പ്രഭാഷകൻ 8:19. പ്രഭാഷകൻ 8:19 എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയണമെന്ന് എന്താ ഇപ്പൊ ഇത്ര നിർബന്ധം? അത് അഹങ്കാരത്തിൽ നിന്ന് വരുന്നല്ലേ. വിനയം ഉണ്ടോ അവിടെ? പ്രഭാഷകൻ 32:7-8. പ്രഭാഷകൻ 32:7-8 യുവാവെ, ആവശ്യം വന്നാലേ സംസാരിക്കാവൂ, അതും ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം. ഒതുക്കി പറയുക, കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക, അറിവുള്ളവനും എന്നാൽ മിതഭാഷിയും ആയിരിക്കുക. എല്ലാ കേൾവികൾക്കും മറുപടി നൽകേണ്ടതൊന്നുമില്ല. പ്രഭാഷകൻ 20:6b-7. പ്രഭാഷകൻ 20:6b-7 സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും ഭോഷനും സമയനോട്ടമില്ല. തവളകളുടെ സ്വാധീനം ഉണ്ടോ? മരുഭൂമിയിലൊരു പിതാവ് എവേഗ്രൂസ് പറയുന്നൊരു കാര്യമുണ്ട്. വ്യർത്ഥ അഭിമാനം, അതൊരു തവളയാ. മനുഷ്യനെ സ്വയം പ്രദർശിപ്പിക്കാനും അനാവശ്യമായി സംസാരിച്ച് ശ്രദ്ധ നേടാനും പ്രേരിപ്പിക്കുന്നു. യോഹന്നാൻ 7:18. യോഹന്നാൻ 7:18 സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അനീതിയില്ല. വിശുദ്ധ ബേസില് നമ്മെ പഠിപ്പിക്കുക, ചിന്തയിൽ നാവിനിന്റെ അനിയന്ത്രിത്വം ഹൃദയത്തിന്റെ അസ്വസ്ഥതയുടെ പുറലക്ഷണമായി കാണുന്നു. മൗനം ഹൃദയത്തിലെ ക്രമമാണ്. ഹൃദയത്തിന് ക്രമമില്ലെങ്കിൽ പുറത്ത് ചിലപ്പോ നിശബ്ദത കാണിക്കാം, ഉള്ളിൽ വാദപ്രതിവാദമായിരിക്കാം. പുറത്ത് ശാന്തമായിരിക്കാം, ഉള്ളിൽ കോപം ഉണ്ടാകും. പുറത്ത് മൗനം ഉണ്ടാകാം, ഉള്ളിൽ പ്രതികാരത്തിന്റെ സംഭാഷണം ഉണ്ടാവും. ഇനി പ്രാർത്ഥനയിലേക്ക് തവള കയറി വരാറുണ്ട്. അത് വിശുദ്ധ യോഹന്നാൻ കാസിയാനാണ് നമ്മെ പഠിപ്പിക്കുക. ഇന്നലെ സംഭവിച്ച കാര്യം, നാളെ ചെയ്യേണ്ട കാര്യം, അവൻ അങ്ങനെ പറഞ്ഞത് എന്തിന്, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും? ഇതെല്ലാം തവളകളാണ്. ഒരു തവള മറ്റൊരു തവളയെ വിളിക്കുന്നത് പോലെ. അങ്ങനെ തവളകളുടെ കൂട്ടമാണ് പല പ്രാർത്ഥന പരിപാടികളും പ്രാർത്ഥന ജീവിതവും. ഇനി ഫറോന്റെ തെറ്റെന്താണ്? അവന് തവളകൾ മാറി കിട്ടണം, പക്ഷെ ഹൃദയം മാറാൻ പറ്റില്ല. അതല്ലേ വിളിച്ചു പറഞ്ഞത്,
തവള മാറ്റി കിട്ടുന്നു. പക്ഷെ അവന് ഹൃദയം കഠിനമാകുകയായിരുന്നു. നമ്മളും പല പ്രാർത്ഥനകൾക്കും പോകുന്നുണ്ട്. തവള പോണം, പക്ഷെ ഹൃദയം മാറാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ എന്റെ ഹൃദയം മാറ്റണമേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ നാവിനെ കാത്തുകൊള്ളണമേ. എന്റെ ഹൃദയത്തിലെ അസ്വസ്ഥത പുറത്തേക്ക് ശബ്ദമായി പെരുകുന്നതിന് മുമ്പ് അതിന്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ ഉള്ളിലെ അനാവശ്യ ചിന്തകളെയും ആഗ്രഹങ്ങളെയും തിരിച്ചറിയാനുള്ള ജാഗ്രത എനിക്ക് തരണമേ. എന്റെ ഹൃദയത്തിന്റെ ദിശ വീണ്ടും വീണ്ടും അങ്ങിലേക്ക് തിരിക്കണമേ. എന്റെ മൗനം ശൂന്യതയല്ല, അങ്ങയുടെ സാന്നിധ്യത്തിനോട് ഇടമാകട്ടെ. എന്റെ നാവ് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതിലല്ല, സത്യം പറയാനും സ്നേഹിക്കുവാനും ആശ്വസിപ്പിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്താനും ഉപയോഗിക്കപ്പെടട്ടെ. തവളകളുടെ കോലാഹലത്തിനിടയിലും അങ്ങയുടെ നേർത്ത ശബ്ദം കേൾക്കുവാൻ എൻ്റെ ഉള്ളം ഒരുക്കണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിന്റെ കർത്താവേ, എന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. എൻ്റെ ഉള്ളിലെ അടിമത്തങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലും സ്നേഹത്തിലും മൗനത്തിലും എന്നെ നടത്തണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.